Jesus. Thank you, Jesus. Hallelujah. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് നന്ദി പറയുകയാണ്. ജീവൻ്റെ ധ്വനി എന്ന ഈ ഫേസ്ബുക്ക് പേജിലൂടെ തിരുവചനമായി നിങ്ങളുടെ അടുക്കലേക്ക് എത്തുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ എല്ലാ സാവകാശത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇതിൻ്റെ അഡ്മിനായിരിക്കുന്ന കർത്താവദാസൻ പ്രിയ ആശിഷ് ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൂടെയുള്ള എല്ലാ സഹ ശുശ്രൂഷകർക്കായി ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഈ സമയത്തായിരിക്കാം, പ്രത്യേകിച്ച് ഇന്ത്യ അതുപോലുള്ള വിവിധ രാജ്യങ്ങൾ COVID-19 എന്ന രോഗത്താൽ വളരെ പ്രയാസത്തിലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ ലഭിക്കുന്ന, പ്രത്യേകിച്ച് അവരവരുടെ ഭവനങ്ങളിലിരുന്നു കൊണ്ട് ദൈവവചനം ശ്രവിക്കുവാൻ, ധ്യാനിക്കുവാൻ, പ്രത്യേകം പ്രാർത്ഥിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന റിവൈവൽ വർഷിപ്പേഴ്സ് കൂട്ടായ്മയുടെ 100 ദിവസ പ്രാർത്ഥന നടക്കുന്നു. 84ാമത്തെ ദിവസമാണ് ഇന്ന്. വിവിധ സ്ഥലങ്ങളിലിരുന്ന് ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനയാൽ സകലം സാധ്യമത്രേ. നമുക്ക് ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥനയോടെ ദിവസങ്ങളായിരിക്കാം. രോഗങ്ങൾ മൂർച്ഛിച്ചു വരുന്ന ഈ അവസ്ഥയിലും കർത്താവ് അത്ഭുതം ചെയ്യേണ്ടതിനായി നമുക്ക് ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഒരു മനസ്സോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. പ്രാർത്ഥനയാൽ സകല വിഷയങ്ങൾക്കൊരു മാറ്റം ദൈവം തരുവാനിടയാകും. ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, തുടർന്ന് ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുക. ദൈവവചനം എന്തു പറയുന്നുവോ അതിനനുസരിച്ച് സ്റ്റെപ്പുകൾ വെക്കാൻ തയ്യാറാകുന്നവർ ആരൊക്കെയുണ്ടോ അവരൊക്കെ ഇന്നലകളിലും ഇന്നും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയരെ, ദൈവവചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഹാർദവുമായി ക്ഷണിക്കുകയാണ്. എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 18, 19, 20 വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുവിൻ. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിക്കുവാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിക്കുവിൻ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗീയ നല്ല പിതാവേ, ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി നന്ദി പറയുന്നു. ജീവൻ്റെ ധ്വനി എന്ന ഈ കൂട്ടായ്മ വിവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി നന്ദി പറയുന്ന കർത്താവേ, ദൈവവചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവും ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾ എവിടെ ഇരുന്ന് കേൾക്കുന്നുവോ ആ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് അത് സ്വീകരിക്കുവാനും കർത്താവിൻ്റെ നാമത്തിന് പ്രയോജനപ്പെടുവാനും ഇടയാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയങ്ങളിൽ പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ ശുശ്രൂഷിക്കുവാൻ ദൈവം കൃപകരത്തിന് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോസ്തലനായ പൗലോസിൻ്റെ ചില വാക്കുകളാണ്, എഴുത്തുകളാണ് ഞാൻ വായിക്കാൻ ഇടയായത്. യേശുവിനെ പ്രാഗൽഭ്യത്തോടെ അറിയിക്കുവാൻ, അപ്പോൾ അത് മറന്നു പോകരുത്. യേശുവിനെ പ്രാഗൽഭ്യത്തോടെ അറിയിക്കുവാൻ പൗലോസിൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ, അതത്രേ ഇന്ന് രാത്രി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും ഈ ഒരു ലേഖനം പൗലോസ് AD 60-62 കാലഘട്ടങ്ങളിൽ എഴുതിയതാണ്. പ്രത്യേകിച്ച് എഫെസോസുകാർക്ക് വേണ്ടി
അവരെ ബലപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള ആത്മീക അനുഗ്രഹങ്ങളെയും ക്രിസ്തുവിലുള്ള ആത്മീയ സമ്പന്നതയെക്കുറിച്ചൊക്കെ അവരെ ബലപ്പെടുത്തി പറയുന്ന ഒരു അധ്യായമാണ് ഈ എഫെസ്യ ലേഖനയിൽ കാണുന്നത്. ആദ്യത്തെ 3 അധ്യായങ്ങളിൽ ഒരു വിശ്വസിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ലഭ്യമായ സമ്പത്തിനെ കുറിച്ച് പൗലോസ് വിശദീകരിക്കുന്നു. ദത്തെടുപ്പ് അല്ലെങ്കിൽ അംഗീകാരം, വീണ്ടെടുപ്പ്, പാപക്ഷമ, ജ്ഞാനം, വിവേകം, അവകാശം, അങ്ങനെ സകല ആത്മീയ അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. 4, 5, 6 അധ്യായങ്ങളിൽ ആത്മീയ സമ്പത്തിൽ അടിസ്ഥാനപ്പെട്ട ആത്മീയ ജീവിതം നയിക്കുവാൻ ക്രിസ്ത്യാനികളെ പഠിപ്പിക്കുന്നു. ശരിക്കും ഈ ഒരു ലേഖനം ക്രിസ്തുവിലുള്ള കൂട്ടായ്മയാണ് ലേഖനത്തിലെ പ്രധാന വിഷയം. ക്രിസ്തുവിൽ എന്ന പദപ്രയോഗം ആദ്യം മുതൽ കാണുവാൻ പറ്റുന്നുണ്ട്. ഇത് വായിക്കുമ്പോൾ നമുക്ക് ശ്രമിക്കാൻ പറ്റും. ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു, ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തുവെന്നും, അല്ലെങ്കിൽ ക്രിസ്തുവിൽ യേശുവിൽ സമീപസ്ഥരെന്നും, കർത്താവിൽ വളരണമെന്നും, ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളിലൊക്കെ നമുക്ക് ഈ അധ്യായം വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിലും തുടർന്നുള്ള 2-ാം അധ്യായത്തിലും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. ശരിക്കും ക്രിസ്തുവേശുവിൽ ആ പദത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഈ ലേഖനത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശ്വാസിയുടെ ആയുധവർഗം, വിശ്വാസിയുടെ ആത്മീക പോരാട്ടം, അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. 6-ാം അധ്യായം 10 മുതൽ താഴോട്ട് വായിക്കുമ്പോഴൊക്കെ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. ദൈവത്തിൻ്റെ ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടും അത്രേ. ഇത് പറയാ, സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും, അങ്ങനെ പറഞ്ഞു എന്നിട്ട് പറയാം. 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുവിൻ എന്ന് ആ ഭാഗം പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, വളരെ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയെ സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിക്കുവാൻ എൻ്റെ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിക്കുവിൻ. ശരിക്കും ഒരു ഭാഗം പൗലോസിൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളാണ്. യേശുവിനെ പ്രാഗൽഭ്യത്തോടെ അറിയിക്കുവാൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഇവിടെ പൗലോസ് പ്രാർത്ഥിക്കുന്നത് തനിക്കൊരു വലിയ നന്മ കിട്ടാൻ വേണ്ടിയല്ല. ആ പ്രാർത്ഥന ആവശ്യപ്പെടുന്നത് തനിക്ക് ഒരു ജോലി കിട്ടാനോ അല്ലെങ്കിൽ മറ്റുള്ള ചില ഭൗതികമായ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ വേണ്ടിയൊന്നുമല്ല പൗലോസ് അവരോട് ആവശ്യപ്പെടുന്നത്. 1-ാം അധ്യായം മുതൽ 6-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വരെ ചില കാര്യങ്ങൾ അവരെ ബലപ്പെടുത്തി. എഫെസോസുകാർക്ക് അവർക്ക് വേണ്ട ചില ആലോചനകൾ ഒക്കെ, കുടുംബജീവിതം എങ്ങനെയായിരിക്കണം, ഭാര്യയും ഭർത്താവും എങ്ങനെയായിരിക്കണം, മക്കളും മാതാപിതാക്കളും എങ്ങനെയായിരിക്കണം, ദാസന്മാരും യജമാനന്മാരും എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവസാനം പറയാണ് അത് സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും, അതായത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, അത് തന്നെ അതിനകത്ത് നിന്നുകൊണ്ട്, ആ 3 വാക്യത്തിനകത്ത് നിന്നുകൊണ്ട് 1-2 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകാം. ഒന്ന്, പൗലോസ് ഇങ്ങനെ പറയുന്നു 18-ാം അധ്യായത്തിൽ, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുവിൻ. അവിടെ പറയുന്നുണ്ട്, ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കാൻ അവരോട് പറയുന്നു. സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കണമെന്ന്. ഒന്നാമതായിട്ട് പൗലോസ് അവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകണം, ആത്മാവിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവരാകണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത ഉണ്ടായിരിക്കണം. വെറുതെ പ്രാർത്ഥിക്കരുത്, സ്ഥിരതയോടെ
ഒരു ലക്ഷ്യത്തോടെ പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് ആവശ്യപ്പെടുകയാണ്. യാക്കോബ് ലേഖനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. രണ്ട് മനസ്സോടെയല്ല, ഒരു മനസ്സോടെ പൂർണ്ണ സ്ഥിരതയോടെ പ്രാർത്ഥിക്കണം. അവരോട് പറയുകയാണ് പൂർണ്ണ സ്ഥിരതയോടെ പ്രാർത്ഥിക്കുവാൻ അവരോട് ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയെ സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിക്കുവാൻ, അല്ലെങ്കിൽ യേശുവിനെ അറിയിക്കുവാൻ. പ്രിയമുള്ളവരെ, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം. ശരിക്കും ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ആ സുവിശേഷത്തിൻ്റെ മർമ്മം എന്താണ്? സുവിശേഷത്തിൻ്റെ മർമ്മം കർത്താവായ യേശുക്രിസ്തു അത്രേ. ആ യേശുക്രിസ്തുവിനെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കണം. അതാ പൗലോസ് ആവശ്യപ്പെടുന്നത്. ദൈവം വെളിപ്പെടുത്തി കൊടുക്കണം. പൗലോസ് പറയുകയാണ്, ഞാൻ ബന്ധിക്കപ്പെട്ട് കിടക്കുക. എൻ്റെ ബന്ധനം, എൻ്റെ പോരാട്ടം എന്ന് പറയുന്നത് മാനുഷിക ശക്തികളായിട്ടല്ല, ജഡരക്തങ്ങളോ വാഴ്ചകളോ അധികാരങ്ങളോ ഒന്നുമല്ല എനിക്ക് വിഷയം. എനിക്കുള്ള വിഷയം ഞാൻ ചങ്ങല ധരിച്ചു. അപ്പം പൗലോസ് പറയുക, ഞാൻ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുക. പ്രിയരെ, നമ്മുടെ ബന്ധനം അതായിരിക്കണം. യേശുക്രിസ്തുവിനാൽ ബന്ധിക്കപ്പെട്ടവരായി, കർത്താവിനാൽ ബന്ധിക്കപ്പെട്ടവരായി നാം ആയിരിക്കണം. മറ്റുള്ള മാനുഷികമായതോ അല്ലെ മറ്റ് പോരാട്ടങ്ങൾക്കൊന്നും ഒരു അഭിഷിക്തയെ തൊടുവാൻ കഴിയത്തില്ല. പൗലോസ് പറയാൻ, ഞാൻ ബന്ധിക്കപ്പെട്ട് കിടക്കുക, പക്ഷേ ക്രിസ്തുവിനാൽ, ചങ്ങലയാൽ, ആ ക്രിസ്തുവിനാലാണ് ഞാൻ ചങ്ങല ധരിച്ച സ്ഥാനപതിയായി സേവിക്കുന്ന. അപ്പം പ്രിയമുള്ളവരെ, പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനാ വിഷയം പ്രാഗൽഭ്യത്തോടെ, അല്ലെ സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിക്കാൻ. അങ്ങനെയെങ്കിലും ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കാതെ പറ്റത്തില്ലല്ലോ. ദൈവം വെളിപ്പെടുത്തി കൊടുക്കണം. വേണ്ട വിധത്തിൽ ദൈവം വെളിപ്പെടുത്തി കൊടുക്കാനിടയാകണം. മത്തായി സുവിശേഷം 16-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യേശു ഫിലിപ്പിൻ്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ പുത്രനെ ആരെന്ന് പറയുന്നു ചോദിച്ചു. അതിന് അവർ അവിടുത്തെ ആൾക്കാർ പറയുന്ന ഉത്തരങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് ഏലിയാവാണ്, ഇരമ്യാവാണ്, യോഹന്നാൻ സ്നാപകനാണ്, പ്രവാചകന്മാർ ഒരുത്തനാണ് എന്നൊക്കെ പറയുന്നു. ശരിക്കും ഒറ്റ ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടുന്ന് വിവിധങ്ങളായ ഉത്തരങ്ങൾ കളക്ട് ചെയ്യുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാർ പറഞ്ഞു വന്നിരുന്ന ഉത്തരങ്ങൾ കളക്ട് ചെയ്തിട്ടാണ് ഇപ്രകാരം പറയുന്നത്. യേശു തിരിഞ്ഞ് ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു? പക്ഷേ ശിഷ്യന്മാർ മുഖത്തോട് മുഖം നോക്കി കാണും. മുക്കുവന്മാരായ, അല്ലെങ്കിൽ മീൻപിടുത്തം മാത്രം, മീനുമായിട്ട് മത്സ്യങ്ങളായിട്ട് ബന്ധമുള്ള നമ്മളിത് എങ്ങനെ പറയും? അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാർ പറഞ്ഞ ഉത്തരം തെറ്റായി കാണും. അതുകൊണ്ടല്ലേ നമ്മോട് ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാം. നാളുകളായി ചില ചോദ്യങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മുമ്പിലുണ്ട്. ആ ചോദ്യങ്ങൾക്ക് യഥാർത്ഥമായ ഉത്തരം കൊടുക്കുവാൻ ദൈവം നിങ്ങളെ ഇടയാക്കും ഈ ദിവസങ്ങളിൽ. ശരിക്കും ശീമോൻ ചാടി ഉത്തരം പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന്. ഉടനെ യേശു കർത്താവ് പറയുക, ബറിയോന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്വനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. ഞാനൊരു കാര്യം പറയാം. പെട്ടെന്നാണെങ്കിലും ശീമോൻ പ്രാർത്ഥിച്ചു കാണും പിതാവിനോട്, ഇല്ലേ? ലൂക്കോസ് വിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. യേശു കർത്താവിനെ പ്രാർത്ഥന പഠിപ്പിച്ചു. അപ്പം മറ്റാർക്കും കൊടുക്കാത്ത ഉത്തരം കൊടുക്കണമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു വാക്കെങ്കിലും പെട്ടെന്ന് ശീമോൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കാണും. പിതാവേ, ഈ ചോദ്യത്തിന് ആർക്കും ഉത്തരം കൊടുക്കാൻ കഴിയാതിരിക്കുന്ന, അല്ലെങ്കിൽ യഥാർത്ഥമായ ഒരു ഉത്തരം തരണമേ എന്ന് ചോദിച്ചു കാണും. അതുകൊണ്ടാണ് പൗലോസോട് ആവശ്യപ്പെടുകയാണ്, എനിക്ക് ക്രിസ്തുവിൻ്റെ മർമ്മം ധൈര്യത്തോടെ പ്രാഗൽഭ്യത്തോടെ അറിയിക്കണം.
എനിക്ക് വേണ്ട വിധത്തിൽ ദൈവം എനിക്കത് വെളിപ്പെടുത്തി തരണം. പത്രോസിന് ദൈവമാണ് വെളിപ്പെടുത്തി കൊടുത്തത്. യേശു കർത്താവ് പറയുക, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അതുകൊണ്ടാണ്, ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം പൗലോസ് പറഞ്ഞത്, എനിക്ക് യേശുവിനെ വെളിപ്പെട്ട് കിട്ടണം, യേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കാനിടയാകണം. അതേ പ്രിയരെ, കർത്താവിനെ വെളിപ്പെടുത്തി കൊടുക്കാൻ പൗലോസിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന വിഷയം കർത്താവിനെ വെളിപ്പെടുത്തി കൊടുക്കണം. കർത്താവിനെ വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. മറ്റാരേക്കാളും നമുക്ക് വെളിപ്പെട്ട് കിട്ടേണ്ടത് ആ യേശു കർത്താവിനെ നമുക്ക് വെളിപ്പെട്ട് കിട്ടണം. യഥാർത്ഥമായി ആ കർത്താവിനെ നമുക്ക് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. ശതാധിപൻ പറയുന്നുണ്ട്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. യോഗ്യതയുള്ള ഒരു മനുഷ്യൻ പറയുക, നീ എൻ്റെ യേശുവെ അങ്ങൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. കുരുടൻ വിളിക്കുക, ദാവീദ് പുത്ര യേശുവെ, ആര് പറഞ്ഞു കൊടുക്കട്ടെ എങ്ങനെയാ ദാവീദിൻ്റെ സന്തതിയിൽ പിറന്നവനാണെന്ന്. അതുപോലെ കനാന്യ സ്ത്രീ യേശുവിനോട് മറുപടി പറയുന്നുണ്ട്, ഉടയവൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങളാണ് നായ്ക്കുട്ടികളും ഭക്ഷിക്കുന്നത്. അതേ പ്രിയരെ, മറ്റെന്തിനേക്കാൾ നമുക്ക് യേശു കർത്താവിനെ വെളിപ്പെട്ട് കിട്ടുവാൻ, ഇന്നുവരെ വെളിപ്പെട്ട് കിട്ടിയതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടൊന്ന് പിതാവാൻ ദൈവം യേശുവിനെ വെളിപ്പെടുത്തി തരുവാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പൗലോസ് പറയാം, പ്രാഗൽഭ്യത്തോട് അറിയിക്കാൻ എനിക്കത് വെളിപ്പെട്ട് കിട്ടണം. അടുത്ത കാര്യം, എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിന് മൂന്നാമത്തെ കാര്യം പറയുകയാണ്, എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകണം. പൗലോസിൻ്റെ അടുത്ത പ്രാർത്ഥനാ വിഷയം അതാ, എനിക്ക് എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകണം. മറ്റൊന്നും എനിക്ക് വേണ്ട, വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കണമെന്നാണ് പൗലോസിൻ്റെ അടുത്ത പ്രാർത്ഥനാ വിഷയം. ഇരമ്യാപ്രവചനം 1:9 പഠിപ്പിക്കുന്നു, എന്നെ യഹോവ കൈനീട്ടി എൻ്റെ വായെ തൊട്ടു, ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിൽ തന്നിരിക്കുന്നു. ആവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ പഠിക്കുന്നുണ്ട്, നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവരുടെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേലാക്കും. പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ വായോടുകൂടിയിരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും. അങ്ങനെയെങ്കിൽ പൗലോസിൻ്റെ പ്രാർത്ഥന വിഷയം ഇതാണ്, എനിക്ക് വചനം ലഭിക്കണം. എൻ്റെ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകണം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന വിഷയം അതായിരിക്കട്ടെ. ഈ പ്രത്യേക സാഹചര്യത്തിൽ, ഈ ലോക്ക്ഡൗൺ ഒക്കെ വീണ്ടും പലയിടങ്ങളിൽ ആരംഭിച്ചിരിക്കുന്ന, പിന്നെയും പഴയ സ്ഥിതിയിലേക്ക് രോഗങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ എനിക്ക് മറ്റൊന്നുമല്ല അങ്ങയുടെ വചനം തരണമെന്ന് നമുക്ക് ദൈവത്തോട് പറയാൻ തയ്യാറാകാം. പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്തകൾക്കൊക്കെ ഒരു മാറ്റം വരട്ടെ. നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ല. ഈ ഭൂമിയിൽ ഏറി വന്നാൽ കുറച്ചു കാലം, 70 അല്ല 80, ഇപ്പോഴൊക്കെ അതിന് മുമ്പേ മരണപ്പെടുന്നു. കർത്താവെ, ആ കർത്താവിൻ്റെ വരവെങ്കിൽ അങ്ങയുടെ കൂടെ ആയിരിക്കുവാൻ, മറ്റെല്ലാ കാര്യങ്ങളും വിട്ട് കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്രകാരമുള്ള ചിന്തയിൽ നമ്മൾ നടക്കുകയാണെങ്കിൽ ഈ ലോകത്തിലെ ഒരു പ്രശ്നങ്ങൾക്ക് നമ്മളെ പിടിക്കാനോ തൊടുവാനൊന്നും പറ്റത്തില്ല. നമുക്ക് അപ്രകാരം പ്രാർത്ഥിക്കാം, കർത്താവ് എനിക്ക് വചനം തന്നാൽ മതി, നാളത്തെ കാര്യത്തെക്കുറിച്ച് എനിക്ക് ചിന്തയില്ല, വരുന്ന വർഷങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്ക് ചിന്തയില്ല, കർത്താവ് ഇന്നത്തേക്കിന് വേണ്ടി അങ്ങയുടെ വചനം നൽകണമെന്ന് നമുക്കത് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ പൗലോസ് പറയാണ്, എനിക്ക് വചനം നൽകണം. നാലാമത്തെ കാര്യം 20 വാക്യത്തിലുണ്ട്, ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിന് പ്രാർത്ഥിക്കുവിൻ. അടുത്ത് പറയുക, എനിക്ക് വചനം കിട്ടിയാൽ മാത്രം പോരാ, യേശുവിനെ വെളിപ്പെട്ട് കിട്ടിയാൽ മാത്രം പോരാ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിന് പ്രാർത്ഥിക്കുവിൻ. പ്രിയമുള്ളവരെ, ഈ മൂന്നാമത് പറഞ്ഞത് നാലാമത് പറഞ്ഞു പോയ കാര്യങ്ങൾ, അതായത് എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകണമെന്നും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ആ 2 കാര്യങ്ങൾ ചേർത്ത് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. യെശയ്യാപ്രവചനം 42-6 വാക്യത്തിൽ, ഇന്നു മുതൽ ഞാൻ പുതിയത് നീ അറിയാതെ മറഞ്ഞിരിക്കുന്നത് തന്നെ നിന്നെ കേൾപ്പിക്കുന്നു. അതിനെ പഠിപ്പിക്കുകയാണ്, ഇന്നു മുതൽ ഞാൻ പുതിയത് നീ അറിയാതെ മറഞ്ഞിരിക്കുന്നത് തന്നെ നിന്നെ കേൾപ്പിക്കുന്നു. അതിനെന്ത് ചെയ്യണം? അതിനെന്താ ചെയ്യേണ്ടത്? അറിയാതെ, പുതിയതായിട്ടുള്ളത്, മറഞ്ഞിരിക്കുന്നത് നമുക്ക് കേൾക്കണം. അതിന് നാം എന്ത് ചെയ്യണം?
കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം പഠിപ്പിക്കുന്നു, എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിക്കാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്ന് തരികയും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം അത് തന്നെ. ദൈവം അന്ന് പൗലോസ് കൊലോസ്യക്കാരോടും എഫെസോസുകാർക്കൊക്കെ ലേഖനം എഴുതാൻ പറയുക, വചനത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടണം. അതേ പ്രിയരെ, നമുക്ക് ദൈവവചനത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടിയാൽ പല വിഷയങ്ങൾക്കും മാറ്റം ഉണ്ടാകാൻ ഇടയാകും. ഞാൻ പറയട്ടെ, ക്യാൻസർ രോഗമാണ്, മാറാത്ത തലവേദനയാണെങ്കിൽ തലവേദനയ്ക്ക് മരുന്ന് കഴിച്ചാൽ പറ്റത്തില്ല. ക്യാൻസർ രോഗമാണെന്ന് കണ്ടുപിടിക്കുകയും ആ രോഗത്തിന് വേണ്ട മരുന്ന് കഴിച്ചാൽ മാത്രമേ അതിന് സൗഖ്യം ലഭിക്കത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഏതൊരു വിഷയത്തിനും ഏതൊരു കാരണത്തിനും പിമ്പിലൊരു ദൈവവചനമുണ്ട്. ആ ദൈവവചനം കണ്ടുപിടിച്ച് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകാൻ ഇടയാകും. ഇവിടെ പൗലോസ് പറയാ, എനിക്ക് ബന്ധനകാരണമായി ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിക്കാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരണം. അതിനെ ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതേ പ്രിയരെ, വചനത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുവാൻ ഇടയാകണം. ചില ഡോറുകൾ, ആ വാതിലുകൾ തുറക്കപ്പെടുവാൻ ഇടയാകണം. ഇപ്പം ഞാനോ അല്ലെങ്കിൽ ആഷിഷ് ഫിലിപ്പ് പാസ്റ്ററോ അല്ലെങ്കിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, തുറന്ന് കാണുന്ന പ്രിയപ്പെട്ടവരോ ഒക്കെ രക്ഷിക്കപ്പെടുവാൻ ചില വചനങ്ങൾ നിമിത്തമായിട്ടുണ്ട്. ഏതോ ദൈവദാസൻ ഇതുപോലെ ഫേസ്ബുക്ക് ലൈവിലോ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഏതെങ്കിലും തെരുവിലോ ഒക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും കൺവെൻഷൻ സ്ഥലങ്ങളിലോ ഒക്കെ നിന്ന് അല്ലെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ വായിൽ നിന്ന് കേട്ട ദൈവവചനത്തിൻ്റെ ശക്തിയാലാണ് അവർ യേശുവിനെ അറിയാനിടയായത്. ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ദൈവവചനത്തിന് മാത്രമേ ആ വിഷയങ്ങൾക്കൊരു മാറ്റം തരുവാൻ കഴിയത്തുള്ളൂ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവർ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാതിൽ ഇന്ന് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ന് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തിൻ്റെ മീതെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുവാൻ പ്രാർത്ഥിക്കണം. ആ ഡോർ തുറക്കാനിടയാകണം. ആ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ കർത്താവ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എങ്കിലും ദൈവം വചനത്തിൻ്റെ വാതിൽ തുറന്നു തരണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. നിശ്ചയമായിട്ടും കർത്താവ് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരുവാൻ ഇടയാകും. പൗലോസ് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് സംസാരിക്കണം, എനിക്ക് യേശുവിനെ പറയണം, എനിക്ക് വെളിപ്പെട്ട് കിട്ടിയ ക്രിസ്തുവിനെ പറയണം. പക്ഷെ ദൈവം ആ കേൾക്കുന്ന വ്യക്തിയുടെ ഹൃദയം തുറക്കാതെ അല്ലെങ്കിൽ അവരുടെ വചനത്തിന് വാതിൽ തുറക്കാതെ അവരെങ്ങനെ രക്ഷിക്കപ്പെടും? അവർക്ക് എങ്ങനെ മാറ്റം ഉണ്ടാകാനിടയാകും? ഞാൻ പറയാം, ജീവന്റെ ധ്വനിയെന്ന് പറയുന്ന ഈ ഫേസ്ബുക്ക് ലൈവിൽ അനേകർ കാണുന്നു, അല്ലെങ്കിൽ തിരുവഴുത്തിൻ്റെ മൊഴികളാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഗോ ഫോർ ജീസസ് റിവർ വർഷിപ്പേഴ്സ് ആകട്ടെ, അല്ലെങ്കിൽ മറ്റ് ഏത് മീഡിയയും ആയിക്കൊള്ളട്ടെ, ഏത് സോഷ്യൽ മീഡിയയിൽ കൂടെ ആയാലും ദൈവവചനം പറയുമ്പോൾ അത് ജനത്തിന് സ്വീകരിക്കുവാൻ ദൈവം അവരുടെ ഹൃദയത്തെ തുറക്കണം, അല്ലെങ്കിൽ ആ വാതിൽ തുറക്കപ്പെടുവാൻ ഇടയാകണം. അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ സംസാരിക്കേണ്ട വണ്ണം സംസാരിക്കാൻ ദൈവം കൃപ തരണമേ. ദൈവമേ, അത് കേൾക്കാൻ ദൈവം ആ കേൾക്കുന്നവരുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. പൗലോസിൻ്റെ പ്രാർത്ഥന അതാ. നമുക്കും അങ്ങനെ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഈ ഒരു ഇങ്ങനെയൊക്കെ ലൈവിനൊക്കെ നേതൃത്വം കൊടുത്തു നിൽക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. വെറുതെ കർത്താവ് ഞങ്ങൾ പറയുന്നത് എവിടെയോ ഏതൊക്കെയോ വീട്ടിലിരുന്ന് ആരൊക്കെയോ എപ്പോഴൊക്കെയോ കേൾക്കുന്നുണ്ട്. പക്ഷേ വെറുതെ കേൾക്കുകയല്ല, മറിച്ച് അവരുടെ ജീവിതത്തിന് അവരായിരിക്കുന്ന അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാകാൻ ഇടയാകണം നമ്മുടെ ദൈവവചനം. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ അതിന് കഴിയത്തുള്ളൂ. നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ വചനം എടുത്തവർ ആരൊക്കെ ഉണ്ടോ അവരാരും തകർന്നു പോയിട്ടില്ല, അവരാരും തോറ്റു പോയിട്ടില്ല. ദൈവവചനം ഹൃദയമായി സ്വീകരിച്ചവർ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. എന്താ കാര്യം? ദൈവം വചനത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തത് കൊണ്ടാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, വചനത്തിൻ്റെ വാതിൽ തുറക്കപ്പെടേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. അപ്പോസ്തലനായ പൗലോസിൻ്റെ തുറന്നുള്ള യാത്രയിൽ മൊത്തവും കാണാൻ പറ്റും. അവിടെയൊക്കെ ദൈവജനം സംസാരിച്ചപ്പോൾ അത്ഭുതകരമായ ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ ഇടയായി. ജനം സ്വീകരിച്ചു, അവർ കൂട്ടമായി സ്നാനപ്പെട്ടു, അല്ലെങ്കിൽ വ്യക്തിപരമായി സ്നാനപ്പെടുവാൻ ഇടയായെന്നൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം വചനത്തിൻ്റെ വാതിൽ തുറക്കാൻ ഇടയായി. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 13-ാം വാക്യത്തിൽ അവർ പുഴവക്കത്തിരുന്ന് അവിടെ കൂടിയ സ്ത്രീകളോട് ദൈവവചനം സംസാരിച്ചു. അപ്പോൾ നോക്കിയ സ്ഥലം ഒരു വിഷയമല്ല, പ്ലാറ്റ്ഫോം അല്ല, ഒരു ഒരുക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ലൊരു സ്റ്റേജ് അല്ല ഇവിടെ വിഷയം.
അവരൊരു പുഴവക്കത്തിരുന്ന് അവിടെ കൂടി വന്ന സ്ത്രീകളോട് യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞു. യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? അവിടെ ലുദിയ എന്ന സ്ത്രീയുടെ ഹൃദയം ദൈവം തുറക്കാനിടയായി. പൗലോസ് സംസാരിച്ച വചനം അവൾ കൈക്കൊള്ളാൻ വേണ്ടി ദൈവം ലുദിയയുടെ ഹൃദയത്തെ തുറക്കുവാനിടയായി. വെറുതെ പറയുകയല്ല, ആ പൗലോസിന്റെ വചനം കേട്ട് അവളുടെ ഹൃദയത്തെ ദൈവം തുറക്കാനിടയായി. പ്രിയമുള്ളവർ, വചനത്തിന്റെ പൊരുൾ തിരിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ആ വചനം വെളിപ്പെടുത്തി കൊടുക്കാൻ ആരെങ്കിലും ഇല്ലെങ്കിൽ എങ്ങനെ രക്ഷിക്കപ്പെടുവാനിടയാകും? എങ്ങനെ അവർ കർത്താവിനെ അറിയാനിടയാകും? ഈ ജീവന്റെ ധ്വനി എന്ന കൂട്ടായ്മ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അതിരാവിലെയൊക്കെ നടക്കുന്ന ശുശ്രൂഷ മുഖാന്തരം അനേകർക്ക് ആശ്വാസവും അനേകർ കർത്താവിനെ സ്വീകരിക്കുവാനും, പ്രത്യേകിച്ച് കർത്താവിനെ സ്വീകരിച്ചവർ അവർ ഒരുക്കത്തോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുവാനും ഇടയാകട്ടെ എന്ന് മാത്രമായി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ കൂട്ടായ്മ നിമിത്തം അപ്രകാരം സംഭവിക്കാൻ ഇടയാകുന്നെങ്കിൽ ആശിഷ് പാസ്റ്ററെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ആ വലിയ ധനം ക്രിസ്തുവിൽ ഉണ്ടാകാൻ ഇടയാകും. അതിവിടെയല്ല, വരുവാനുള്ള ആ ലോകത്തിൽ നിശ്ചയമായിട്ട് ലഭിക്കാൻ ഇടയാകും. അതുകൊണ്ട് ധൈര്യത്തോടെ രാവിലെ ഉച്ചയ്ക്കോ എപ്പോഴും ആ കർത്താവ് എന്ന ധനം സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന ആ മഹത്വം അല്ലെങ്കിൽ ക്രിസ്തു എന്ന ആ ക്രിസ്തുവിനെ പേറിക്കൊണ്ട് മുന്നേറുക ധൈര്യത്തോടെ. നിശ്ചയമായിട്ട് ദൈവം ചിലരുടെ ഹൃദയങ്ങളെ ദൈവം തുറക്കാനിടയാകും. പൗലോസ് സംസാരിച്ചപ്പോൾ ദൈവം ലുദിയയുടെ ഹൃദയം തുറന്നു. അവളും അവളുടെ കുടുംബവും സ്നാനമേറ്റു. യേശു കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് അവർ സ്നാനമേൽക്കാനിടയായി. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ വചനം കേൾക്കുമ്പോൾ അപ്രകാരം സംഭവിക്കട്ടെ. നമ്മുടെ ദൈവവചനം കേൾക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാനിടയാകട്ടെ. മാറ്റമുണ്ടാകാനിടയാകട്ടെ. ആ വചനം യേശുവിനെ സ്വീകരിക്കുമ്പോൾ യേശുവിനെ ഞാൻ സ്വീകരിച്ചാൽ എനിക്ക് ഈ ഭൂമിയിൽ മാത്രമല്ല ആ വരുവാനുള്ള ലോകത്തിലും സകലവിധ ആത്മിക അനുഗ്രഹങ്ങളും ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് അവരുടെ അകത്തുണ്ടാകുവാൻ ഇടയാകട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. കർത്താവിനോട് നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ വചനം കേൾക്കുന്നവർക്ക് അപ്രകാരം ഒരു മറുപടി ലഭിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, ഞാൻ സംസാരിക്കേണ്ടതിന് ദൈവം വചനത്തിന്റെ വാത തുറന്നു കൊടുക്കണം. അവരുടെ ഹൃദയത്തെ തുറക്കാനിടയാകണം. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ, അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടപ്പോൾ കന്ദക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ഡനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. ഒരു പ്രധാനപ്പെട്ട വ്യക്തി, ഒരു മഹാനായ വ്യക്തിയെ ഫിലിപ്പോസ് കാണുവാനിടയായി. ഈ വ്യക്തി യെരുശലേമിൽ ആരാധന കഴിഞ്ഞ് മടങ്ങി വരിക. തേരിനകത്തിരുന്നു കൊണ്ട്, നമുക്കറിയാവുന്ന ഭാഗം തന്നെ, തേരിനകത്തിരുന്നു കൊണ്ട് യെശയ്യാ പ്രവചന പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, തേരിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞു. ഫിലിപ്പോസ് തേരിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് മറുപടി പറഞ്ഞു, പൊരുൾ തിരിച്ചു തരാൻ ആരുമില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ഗ്രഹിക്കും? കേട്ടോ പ്രിയരെ, പൊരുൾ തിരിച്ചു തരാൻ ആരുമില്ല. അപ്പോൾ അനേകർ വായിക്കുന്നുണ്ട്, പുസ്തകങ്ങൾ അനേകർ വായിക്കുന്നുണ്ട്, മഹാന്മാർ വായിക്കുന്നുണ്ട്, പ്രധാനപ്പെട്ട വ്യക്തികൾ വായിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ വന്ന ഒരു പിക്ചർ കാണുവാനിടയായി. വഴിയരികിൽ ഇരുന്ന് വേദപുസ്തകം വായിക്കുന്ന, അവർക്ക് വീടില്ല, വഴിയരികിൽ ഇരുന്ന് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുകയും വേദപുസ്തകം വായിക്കുകയും ചെയ്യുന്നവരെ, കടത്തിണ്ണയിൽ ഇരുന്ന് വേദപുസ്തകം വായിക്കുന്നവരെ കാണുവാനിടയായി. പ്രിയമുള്ളവരെ, അനേകർ പല സ്ഥലങ്ങളിൽ നിന്ന് വായിക്കുന്നുണ്ട്, എല്ലാവരും വായിക്കുന്നുണ്ട്. പക്ഷെ പൊരുൾ തിരിച്ചു കൊടുക്കാൻ ആളില്ലെങ്കിലോ? പൗലോസ് ഫിലിപ്പോസിനെ ക്ഷണിക്കുകയും ഫിലിപ്പോസ് തേരിനകത്ത് കയറിയിരുന്ന് ആ വേദഭാഗങ്ങൾ, ഫിലിപ്പോസ് തിരുവെഴുത്തുകളെ ആധാരമാക്കി യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. എന്താ പ്രിയരെ, യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചപ്പോഴേക്കും മാറ്റമുണ്ടായി, വലിയ മാറ്റമുണ്ടായി. ആ സ്ഥലത്ത് വെള്ളം കണ്ടപ്പോൾ വെള്ളമെന്ന് പറയുകയും കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ഒക്കെ വിശ്വസിക്കാൻ തയ്യാറായപ്പോഴേക്കും അവിടെ വെച്ച് സ്നാനപ്പെട്ടെന്ന് വചനം പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, വിവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു മഹാനായ വ്യക്തിക്ക് ഫിലിപ്പോസിനെ ദൈവം ഉപയോഗിച്ച വചനത്തിൻ്റെ പൊരുൾ തിരിച്ചു കൊടുത്തു. അതാ പ്രിയരെ, വചനത്തിൻ്റെ പൊരുൾ തിരിച്ചു കൊടുക്കുന്ന
അനുഗ്രഹിക്കപ്പെട്ടൊരു കൂട്ടായ്മയായി മാറുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. എത്ര പേർ അങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുണ്ട്? നിങ്ങളുടെ അടുക്കൽ വരുന്നവരോട്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ അടുക്കൽ വരുന്നവർ ആരെങ്കിലും വരികയാണെങ്കിൽ അവരോട് യേശു കർത്താവിനെ കുറിച്ച് പറയുക, അല്ലെങ്കിൽ അവരോട് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ പറയുക, ഉണ്ടായ അനുഭവങ്ങൾ പറയുക. യേശു കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം, അതാ പൗലോസ് പറയുന്നത്, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനപതിയെ സേവിക്കുന്ന ആ സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിക്കാൻ പ്രാർത്ഥിക്കണം. അതേ പ്രിയരെ, അത് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. മരുഭൂമിയാണ്, പ്രത്യേക സാഹചര്യമാണ്. അവിടെ ഇരുന്നുകൊണ്ട് കർത്താവിന്, ഞാൻ മുമ്പേ പറഞ്ഞത്, പുഴവക്കത്തിരുന്നു, തേരിനകത്തിരുന്നു, പ്ലാറ്റ്ഫോം ഒന്നും അല്ല വിഷയം. നമ്മൾ എവിടെ ആയിരിക്കുന്നോ, ഇപ്പോൾ ഭവനത്തിലായിരിക്കാം, ഒത്തിരി ആധുനിക സൗകര്യങ്ങളുള്ള ഒരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്നത്. ഇപ്പോൾ ആയുധങ്ങളെ വരെ തോൽപ്പിക്കുന്ന ഒരു കൊറോണ വൈറസാണ്. എത്രയൊക്കെ അത്യാധുനികമായ ആയുധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആയുധങ്ങളെ തോൽപ്പിക്കുന്ന വൈറസ്. ആയുധങ്ങൾ വരെ കീഴ്പ്പെട്ടു പോയി. നമ്മുടെ പല ആരാധന കൂട്ടായ്മ നടക്കുന്നില്ല. പക്ഷെങ്കിൽ വചനത്തിന് ബന്ധനമില്ല. ഭവനത്തിലിരുന്നു കൊണ്ട് നാം ഇപ്പം ഡൽഹിയിലാകട്ടെ അല്ലെങ്കിൽ അടൂരാകട്ടെ അവിടെയൊക്കെ ഇരുന്നു കൊണ്ട് ആൾക്കാർ വചനം കേൾക്കുന്നുണ്ട്. വചനത്തിന് ബന്ധനമില്ല. നല്ലൊരു സമയമാണ്. ഫോണിൽ കൂടെയോ അല്ലാതെയോ ഇതുപോലെയൊക്കെ ദൈവവചനം പറഞ്ഞു കൊടുക്കാം, ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതാ പൗലോസ് പറയുന്നത്. ഞാൻ പ്രാഗൽഭ്യത്തോട് അറിയിക്കാൻ എനിക്ക് കൃപ തരണമെന്ന് പൗലോസ് പറയാൻ ഇടയാവുക. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവവചനങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ ആ ഭാഗങ്ങൾ വായിക്കുന്നുണ്ട്. നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോട് പ്രസ്താവിക്കാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമെന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട് അവിടെ. 4:31 വരുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു, പൂർണ്ണ ധൈര്യത്തോടെ വചനം പ്രസ്താവിക്കുവാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമെന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിക്കുന്നത്. എന്നാ പ്രിയമുള്ളവരെ, വചനം സംസാരിക്കരുത്, കർത്താവിനെ പറയരുത് എന്ന് പറഞ്ഞൊരു വിലക്ക് അവിടെ ഉണ്ടാകുവാനിടയായി. ഈ സമയത്ത് അവർ പ്രാർത്ഥിക്കുക, പൂർണ്ണ ധൈര്യത്തോടെ നിന്റെ വചനം പ്രസ്താവിക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായി. അതാ പൗലോസ് പറയുന്നത്, ഞാൻ സംസാരിക്കേണ്ടതാണ്, അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിന് പ്രാർത്ഥിക്കാൻ പറയുക. പ്രിയമുള്ളവർ, ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ആ ധൈര്യത്തോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്കൊരു മനസ്സോടൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാക്കുക. ധൈര്യത്തോടെ ആ വചനം പറയണം, മടികൂടാതെ ധൈര്യത്തോടെ എങ്ങനെയെങ്കിലും ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കാൻ ആ ധൈര്യത്തോടെ വചനം പറയാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. 30-ാം വാക്യം വായിക്കുന്നു, യേശുവിൻ്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിക്കാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. 31-ാം വാക്യം, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അപ്പം പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, പ്രിയമുള്ളവരെ, എനിക്ക് ധൈര്യത്തോടെ യേശു കർത്താവിൻ്റെ വചനം പറയണം. പക്ഷെ അതെങ്ങനെ ആയിരിക്കണം എന്നറിയാമോ? പൗലോസ് ആഗ്രഹിക്കുന്നൊരു കാര്യം, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അതേ പറയേ, പൗലോസ് ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, ഞാൻ വെറുതെ പറയുകയല്ല, ഞാൻ സംസാരിക്കുന്നെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ദൈവവചനം സംസാരിക്കാൻ കൃപ നൽകണമെന്നാണ് പൗലോസ് പറയാനിടയായി. നമുക്ക് അപ്രകാരം പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. എനിക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവവചനം സംസാരിക്കാൻ കൃപ തരണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ. ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കർത്താവിനെ അറിയാൻ ഇടയായി. ഒരു ഭീമമായ സാമ്പത്തിക ബാധ്യത 2003 എനിക്ക് നേരിടേണ്ടി വന്നു. ശരിക്കും ഞാൻ തകർന്നു പോയി. എൻ്റെ മുമ്പിൽ മരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രാർത്ഥിക്കുന്ന ഒരാൻറ്റി യേശു കർത്താവിനെ എനിക്ക് വെളിപ്പെടുത്തി തന്നു. അപ്പോൾ തന്നെ ഞാൻ കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാനിടയായി. ഞാൻ പറയട്ടെ, യേശു കർത്താവിനെ സ്വീകരിച്ചപ്പോൾ അന്നത്തെ അനുഭവം എനിക്ക് ഇന്നത്തെ പോലെ ഇന്ന് ഓർക്കുമ്പോൾ സന്തോഷം വരുന്നത്. ഇന്നെനിക്ക് ഈ കൃപ തന്നല്ലോ. അന്ന് കുടുംബമായി മരിക്കാൻ ശ്രമിച്ച സമയങ്ങളുണ്ട്. വീടിൻ്റെ മുകളിൽ കെട്ടിത്തൂങ്ങി മരിക്കാൻ ആഗ്രഹിച്ച നിമിഷങ്ങളുണ്ട്. എൻ്റെ വീടിന് മുമ്പിൽ കൂടെ റെയിൽവേ ട്രാക്കുണ്ട്. അവിടെ കയറി മരിക്കണമെന്ന് ആഗ്രഹിച്ച എത്രയോ നിമിഷങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെ അത്ഭുതകരമായി ദൈവം എന്നെ രക്ഷപ്പെടുത്താനിടയായി. സമയക്കുറവ് പോലെ ഞാൻ ആ സാക്ഷ്യങ്ങളിൽ കിടക്കുന്നില്ലെങ്കിലും ഞാൻ യേശു കർത്താവിനെ സ്വീകരിച്ച സമയത്ത് എനിക്ക് ബൈബിൾ ആ സമയത്തില്ലായിരുന്നു. ആ സമയത്ത് ഞാനൊരു പ്രത്യേക എൻ്റെ കടഭാര നിമിത്തം ഒരു ജോലിക്ക് കടന്നു പോകുന്ന സമയത്ത് ഞാനൊരു ആൻറ്റി പറഞ്ഞതിൻ്റെ പേരിൽ, എന്നോട് പറഞ്ഞതല്ല, വേറൊരാളോട് 3 ദിവസം ഉപവസിക്കണമെന്ന് പറഞ്ഞത് ഞാനത് സ്വീകരിച്ചേറ്റെടുക്കുകയും
അപ്രകാരം ഞാൻ സ്വീകരിച്ചിട്ട് ഞാൻ 40 ദിവസം ഉപവസിക്കാൻ പ്ലാൻ ചെയ്തു. 40 ദിവസം ഉപവാസം ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. പലരോടും ചോദിച്ചു. എന്നാൽ ഏറ്റവും വലുത് 21 ഉണ്ട്, 40 ഉണ്ട്. അങ്ങനെ 40 ദിവസം ഉപവസിക്കാൻ തീരുമാനിച്ചു. ആ സമയത്ത് ജോലിക്ക് പോകുക. എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഭക്ഷണം ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി തന്നുവിടും. വീട്ടുകാർക്ക് അറിയത്തില്ല ഞാൻ ഉപവാസമാണ്. ഇന്നത്തെ ഷേപ്പ് ആയിരുന്നില്ല. അന്ന് ശരിക്കും എൻ്റെ അസ്ഥികൾ എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. അതുപോലെ തകർന്നവനായിരുന്നു ശരിക്കും. കാരണം ശരിക്കും പട്ടിണിയായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെങ്കിലും എനിക്ക് കിട്ടുന്ന ഭക്ഷണപ്പൊതി ഞാൻ ഉച്ചയ്ക്ക് കൂട്ടുകാരുടെ കൂടെ നിന്ന് കഴിക്കാതെ മാറി ഇരുന്നിട്ട് അവർ കാണുക കഴിക്കുന്നത് പോലെ കാണിച്ചിട്ട് ഞാൻ തൊട്ടടുത്തുള്ള തിരുവല്ല ടൗണിൽ പബ്ലിക് സ്റ്റേഡിയത്തിൻ്റെ അടുത്തായിരുന്നു ആ ജോലി ഉണ്ടായിരുന്നത്. അപ്പം അടുത്ത ഭിക്ഷ അയച്ചിരുന്ന ഭിക്ഷക്കാരന് കൊണ്ട് ഈ ഭക്ഷണപ്പൊതി കൊടുക്കുന്നൊരു പതിവുണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ ഈ ഭക്ഷണപ്പൊതി കൊടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ എനിക്കൊരു ട്രാക്റ്റ് കിട്ടി. 121 സങ്കീർത്തനം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എൻ്റെ സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ യഹോവങ്കിൽ നിന്ന് വരുന്നു. പ്രിയമുള്ളവരെ, എനിക്ക് വചനം എന്താണെന്ന് അറിയത്തില്ല. ആ കാലഘട്ടത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ കയറി. എനിക്കൊരു കാര്യം പറഞ്ഞു തരാൻ ആരുമില്ല. ഇങ്ങനെ ആയിരിക്കണം, ഇപ്രകാരം ആയിരിക്കണം, ഇങ്ങനെ ചെയ്യണമെന്നില്ല. വല്ലപ്പോഴും ഒരിക്കൽ പ്രാർത്ഥിക്കുന്ന ആൻറ്റി എൻ്റെ അടുക്കൽ വരും. കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ അതിനുള്ള സ്വാതന്ത്ര്യം വന്നില്ലായിരുന്നു. രഹസ്യത്തിൽ ആർക്കും അറിയത്തില്ല. 2003 കാര്യം ഞാൻ പറയുന്നത്. വളരെ തകർന്നു, മരണം മാത്രം മുമ്പിൽ കണ്ടു മരിക്കണം, എങ്ങനെയെങ്കിലും സഹോദരിമാരെ കൊല്ലണം, അല്ലെങ്കിൽ സഹോദരിയെ കൊല്ലണം, സഹോദരനെ കൊല്ലണം, പിതാവിനെയും മാതാവിനെയും എങ്ങനെയും നശിപ്പിക്കണം, എനിക്ക് മരിക്കണം. കടം കൊണ്ട് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് എനിക്ക് ഈ അനുഭവം കിട്ടി ഓർത്ത് ഞാൻ ദൈവത്തിന് കോടാകോടി സ്തോത്രം ചെയ്യുന്നു. കൃപയാൽ എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായില്ലെങ്കിലും ദൈവം എനിക്കൊരു ട്രാക്റ്റ് വഴിയിൽ കടന്നു കിട്ടി. 121 സങ്കീർത്തനത്തിന് ട്രാക്റ്റ്. ഞാൻ ആ ദിവസങ്ങളിൽ, അന്ന് എനിക്ക് ബൈബിൾ എൻ്റെ കൈവശമില്ല. ആ ട്രാക്റ്റ് തുറന്ന് ഉച്ചയ്ക്കുള്ള സമയം, രാവിലെ ഭക്ഷണം കഴിക്കേണ്ട സമയത്ത്, വൈകിട്ട് ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് ആ ട്രാക്റ്റ് വായിച്ചത് ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്നു. പ്രിയമുള്ളവരെ, ആ ട്രാക്റ്റ് വായിച്ച് ഞാൻ എൻ്റെ പ്രാണൻ ദോഷത്തിലാകാതെ ദൈവം എന്നെ ബലപ്പെടുത്തുവാനിടയായി. പ്രിയമുള്ളവരെ, ആ വചനത്തിൻ്റെ വാതിലുകൾ ദൈവം എനിക്ക് തുറന്നു തരാനിടയായി. നിന്നെ ഞാൻ പരിപാലിക്കുമെന്ന്, നിന്നെ നടത്തുമെന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, അതേ പ്രിയരെ, ദൈവത്തിൻ്റെ വചനത്തിന് ബന്ധനമില്ല. ദൈവത്തിൻ്റെ വചനം നമ്മളെ നടത്തുവാനിടയാകും. ദൈവത്തിൻ്റെ വചനം നമ്മളെ ബലപ്പെടുത്തുവാനിടയാകും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ വിളിച്ചു പറയാം, ദൈവം എനിക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തന്നു. ആ 121 സങ്കീർത്തനം ഞാൻ വായിച്ച് ഒത്തിരി ബലപ്പെടുവാനിടയായി. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. യഹോവയായ ദൈവം എനിക്ക് ആ ദൈവവചനത്തിൻ്റെ വാതിൽ തുറന്നു തരുവാനിടയായി. എനിക്ക് പിന്നീട് ആ ബൈബിൾ എനിക്ക് കിട്ടുവാനിടയായത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ ഒരു ട്രാക്റ്റിനെ ബലപ്പെടുത്തുവാനിടയായി. ദൈവം വചനത്തിൻ്റെ വാതിൽ തുറന്നു തന്നു. ഇന്നത്തെ പോലെ ഓർക്കുന്നു, എനിക്ക് പകൽ സഞ്ചരിക്കാൻ പറ്റത്തില്ല. രാത്രിയാണ് ഞാൻ സഞ്ചരിച്ചത്. അത് റെയിൽവേ ട്രാക്കിൽ കൂടെ തന്നെയാണ്. ആ അർദ്ധരാത്രിയിലൊക്കെ ഞാൻ സഞ്ചരിച്ചിരുന്നത്. കാരണം എനിക്ക് അത്രത്തോളം പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ കൃപയാൽ ദൈവം എനിക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തന്ന നിമിത്തം ഒരു മാറ്റം ഉണ്ടാകാനിടയായി. പൗലോസ് പറഞ്ഞതുപോലെ പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 37-ാം വാക്യത്തിൽ ഇങ്ങനെയുണ്ട്. ആ 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവർ 120 പേർ കൂടിയിരുന്നു. അവരുടെ അടുക്കിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷയിൽ സംസാരിച്ചു എന്ന് വചനം പഠിപ്പിക്കുന്നു. പത്രോസ് എഴുന്നേറ്റ് വചനം സംസാരിച്ചു. വചനം സംസാരിച്ചപ്പോഴേക്കും പരിശുദ്ധാത്മാവൻ ദൈവം ചിലരുടെ ഹൃദയങ്ങളെ തുറക്കാനിടയായി. വചനം പഠിപ്പിക്കുന്നു, ഹൃദയത്തിൽ കുത്തുകൊണ്ടവർ, അപ്പോസ്തലപ്രവൃത്തി 2:37 ഹൃദയത്തിൽ കുത്തുകൊണ്ടവർ അവർ യേശു കർത്താവിനെ സ്വീകരിക്കാനിടയായി. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവവചന ശുശ്രൂഷകൾ അനേകർക്ക് ആശ്വാസത്തിന് കാരണമായി മാറുവാനിടയാകട്ടെ. അവനിങ്ങനെ പറയും, ഇത് കേട്ട് പത്രോസ് സംസാരിക്കുന്ന വചനം കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേര് അവരോട് ചേരുവാനിടയായി. പ്രിയമുള്ളവരെ, കുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ 3000 പേര് അവർക്ക് മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് അവർ യേശുവിനോട് ചേരുവാനിടയായി.
നോക്കി, എവിടെയൊക്കെ ദൈവവചനം പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ സ്നാനം നടന്നിട്ടുണ്ട്. എവിടെയൊക്കെ ദൈവവചനം കേട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ ഇടയായിട്ടുണ്ട്. അവർക്ക് മാനസാന്തരം വന്നിട്ടുണ്ട്. പാപങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് പാപബോധം ഉണ്ടായിട്ടുണ്ട്. അതേ പ്രിയരെ, നമ്മളുടെ ഈ കൂട്ടായ്മകളൊക്കെ അപ്രകാരമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു. ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്കൊരു മനസ്സോടെ സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാം. പൗലോസ് പറയാം, ഞാൻ സംസാരിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതേ പ്രിയരെ, അപ്പോസ്തല പ്രവൃത്തിയിലും 4:13 ഇങ്ങനെ പറയുന്നുണ്ട്, പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവര് സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു. അതേ പ്രിയരെ, പഠനമോ പാണ്ഡിത്യമോ ഒന്നുമല്ല ഇവിടുത്തെ വിഷയം. നിന്റെ കഴിവോ നിന്റെ ക്വാളിഫിക്കേഷനോ അല്ല ചോദിക്കുന്നത്. നിന്റെ ബൈബിളിലോ അല്ല മറ്റ് സെക്കുലർ ഡിഗ്രി അല്ല ചോദിക്കുന്നത്. ഇവിടെ അപ്രകാരമുള്ളവരായിരുന്നില്ല. മത്സ്യമായിട്ട് മാത്രം ബന്ധമുണ്ടായിരുന്നവർ യേശു കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനാൽ അവർ നിറയാനിടയാകുകയും അപ്പോൾ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവർ സാമാന്യരുമായിരുന്നു. പക്ഷെ അവരുടെ വചനം കേട്ടിട്ട് 3000-ൽ പരം ആൾക്കാർക്ക് മാറ്റം ഉണ്ടാകാനിടയായി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറട്ടെ. നമ്മുടെ ദൈവവചന ശുശ്രൂഷയാൽ ചിലർക്ക് മാറ്റം ഉണ്ടാകാനിടയാകട്ടെ. ചിലരുടെ മനം തിരിയട്ടെ. ദൈവയുടെ ഹൃദയത്തെ തുറക്കാനിടയാകട്ടെ. പൗലോസിന്റെ പ്രാർത്ഥന വിഷയം അതാ. പ്രിയമുള്ളവരെ, ദൈവവചനങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. ദൈവവചനങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. പൗലോസിന്റെ ഞാൻ സമയക്കുറവ് പോലെ ഞാൻ പറയുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി മൊത്തം പഠിക്കുമ്പോൾ പൗലോസ് കർത്താവിനെ അറിയാൻ തുടങ്ങിയ സമയം മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള ലേഖനങ്ങൾ വായിക്കുമ്പോഴൊക്കെ കാണാൻ പറ്റും, പൗലോസ് ധൈര്യത്തോടെ ഏതൊക്കെ രാജാക്കന്മാരുടെ മുമ്പിലോ ഏതൊക്കെ ആൾക്കാരുടെ മുമ്പിലോ ഏതൊക്കെ കോടതിയുടെ മുമ്പിലോ നിന്നപ്പോഴും ധൈര്യത്തോടെ മടി കൂടാതെ പറയാൻ തയ്യാറായി. കാരണം എന്നാ? പൗലോസിന്റെ പ്രാർത്ഥന വിഷയം, ഞാൻ ക്രിസ്തുവിനാൽ ഞാൻ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. എനിക്ക് കർത്താവിനെ അറിയിക്കണം. കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പൗലോസ് പറയാൻ തയ്യാറായതുപോലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഭൗതിക വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ, നമ്മുടെ രോഗവിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കാൻ തയ്യാറാകാം. കർത്താവിൻ്റെ വരവെങ്കിൽ എനിക്കും ആ കർത്താവിനോട് പോകാൻ തയ്യാറാകണം. പൗലോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി അവസാനത്തിലേക്ക് വരുമ്പോഴേക്കും പൗലോസ് തൻ്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ടു പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. രാമേ പറയാമോ? രാമൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ തയ്യാറാകാമോ? എന്തായിരുന്നു പൗലോസിന്റെ പ്രാർത്ഥന വിഷയം? എന്തായിരുന്നു പൗലോസിന്റെ പ്രാർത്ഥന വിഷയം? പൗലോസ് മറ്റൊന്നുമല്ലാന്ന് പൗലോസിന്റെ പ്രാർത്ഥന വിഷയം. പൗലോസ് അവരോട് പറഞ്ഞിരുന്നത്, എനിക്ക് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ എനിക്ക് കർത്താവിനെ പറയണം. അതേ പ്രിയമുള്ളവരെ, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുവിൻ. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനപതിയെ സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിക്കാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിക്കുവിൻ. അപ്പോസ്തല പ്രവൃത്തി എഴുതി നിർത്തുമ്പോൾ, അല്ലെങ്കിൽ അവസാനം പറയുക, പൗലോസ് തൻ്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ടു. അതാര് വന്നാലും അവരെയൊക്കെ കൈക്കൊണ്ടു പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചു. അവിടെ പറയുന്നത് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. പ്രിയമുള്ളവരെ, ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്കും അപ്രകാരം തന്നെ ആയിരിക്കാം. യേശുവിനെ പ്രാഗൽഭ്യത്തോടെ അറിയിക്കാൻ പൗലോസിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ, അതാ ഞാൻ ഇന്ന് രാത്രി സംസാരിക്കാൻ ഇടയായത്. യേശുവിനെ പ്രാഗൽഭ്യത്തോടെ അറിയിക്കുവാൻ പൗലോസിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തായിരുന്നു? നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പൂർണ്ണ സ്ഥിരതയോടെ പ്രാർത്ഥിക്കണം. യേശു കർത്താവിൻ്റെ ആ സുവിശേഷത്തിൻ്റെ മർമ്മം ധൈര്യത്തോടെ വെളിപ്പെടുത്തി കൊടുക്കാൻ പ്രാർത്ഥിക്കണം. എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകണം. അത് ധൈര്യത്തോടെ പരിശുദ്ധാത്മാവിൽ സംസാരിക്കാൻ എനിക്ക് കൃപ തരണം. പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ അത് ലഭിക്കാൻ ഇടയായെന്ന് അപ്പോസ്തല പ്രവൃത്തി അവസാന വാക്യത്തിൽ നമ്മൾ വായിക്കാനിടയായി. പ്രിയമുള്ളവരെ, ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. നമ്മുടെ വിഷയങ്ങൾ മാറിപ്പോകട്ടെ. നമ്മുടെ ഇന്നുള്ള ആ വിഷയങ്ങളൊക്കെ മാറ്റിക്കളഞ്ഞിട്ട്, ഭൗതികമായ കാര്യങ്ങൾ മാറ്റിക്കളഞ്ഞിട്ട് നമുക്ക് ധൈര്യത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. എന്താ പ്രാർത്ഥിക്കണം? എനിക്ക് യേശുവിനെ വെളിപ്പെട്ട് കിട്ടണം.
യേശു കർത്താവിനെ കുറിച്ച് എനിക്ക് ധാരാളമായിട്ട് അറിയണം. പിതാവാം ദൈവമേ, എനിക്ക് യേശുവിനെ വെളിപ്പെടുത്തി തരണമേ. പരിശുദ്ധാത്മാവ് ദൈവമേ, ധൈര്യത്തോടെ പറയാൻ കൃപ തരണമേ. എത്ര പേരങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു? അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. മറ്റു ഭാഗങ്ങളിൽ പ്രാർത്ഥനയിൽ ഉത്തിരിപ്പിൻ, മടുത്തുപോകാതെ പ്രാർത്ഥിപ്പിൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പൗലോസ് എഫേസ്യ ലേഖനം 6-ാം അധ്യായം 18, 19, 20 ഈ വാക്യത്തിൻ്റെ വെളിച്ചത്തിലാണ് സംസാരിച്ചത്. മറ്റു പ്രാർത്ഥന വിഷയങ്ങൾ വേണ്ടെന്നല്ല, ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ പ്രാർത്ഥിച്ചോ, എങ്കിലും പൗലോസ് പറയുന്നത് പോലെ യേശുവിനെ എനിക്ക് വെളിപ്പെട്ട് കിട്ടണം. യേശു കർത്താവിനെ ധൈര്യത്തോടെ പറയണം, എനിക്ക് വചനം നൽകണം. ദൈവം അവരുടെ വചനത്തിൻ്റെ വാത് തുറന്നു തരണം. അതായിരിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനകൾ അപ്രകാരമായിരിക്കണം. അതിനെ വിവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കൊരു മനസ്സോടൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. അതേ പ്രിയരെ, വചനം കേട്ടവർക്കൊക്കെ മാറ്റമുണ്ടായി. അവർക്ക് മാനസാന്തരം വന്നു. യേശുവിൻ്റെ രക്ഷകനെ സ്വീകരിക്കാനിടയായി. അടുത്ത സ്റ്റെപ്പ് അവർ സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്നിരുന്നു. ഇനിയും കർത്താവിൻ്റെ വരവിന് വേണ്ടി അവർ ഒരുങ്ങിയിരിക്കുക. നമ്മളും അപ്രകാരം ഇരിക്കുകയല്ലേ കർത്താവിൻ്റെ വരവിന് വേണ്ടി. അതേ പ്രിയരെ, ആ ഒരു ലക്ഷ്യത്തോടെ നമുക്ക് നിൽക്കാൻ തയ്യാറാകാം. മറ്റുള്ളവരെ പോലെയല്ല, ശേഷം മറ്റുള്ളവരെ പോലെയല്ല. കർത്താവിൻ്റെ ആ വരവ് നോക്കി പാർക്കുന്ന പ്രിയപ്പെട്ടവരോട് നമുക്ക് പറയാം, മുമ്പേ കർത്താവിൻ്റെ ആ രാജ്യം അന്വേഷിക്കാം. കർത്താവിൻ്റെ ആ രാജ്യം അന്വേഷിച്ച് നിൽക്കാൻ തയ്യാറാകാം. നമ്മുടെ അടുക്കൽ വരുന്നവരെയൊക്കെ ക്രിസ്തുയേശുവിൽ അതാരെങ്കിലും ആയിക്കോട്ടെ അവരെ ചേർത്ത് നിർത്താം. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി യേശു കർത്താവിനെ വെളിപ്പെടുത്തി കൊടുക്കാം. ദൈവരാജ്യം പ്രസംഗിക്കാം. ആ സന്തോഷവും സമാധാനവും ക്രിസ്തുവിലുള്ള ആ സമാധാനം പറഞ്ഞു കൊടുക്കാം. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. അങ്ങനെയായിരിക്കട്ടെ. നിശ്ചയമായും കർത്താവിൻ്റെ വരവെങ്കിൽ കൂടെ പോകാൻ അനേകരെ ഒരുക്കാം. നമുക്കും ഒരുങ്ങാൻ തയ്യാറാകാം. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്കൊരു മനസ്സോടൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. നമ്മുടെ ദേശം പ്രത്യേകമായ ഒരു സാഹചര്യത്തിലായിരിക്കുന്നു. നമ്മുടെ രാജ്യം വല്ലാത്ത ഭീതിയിലായിരിക്കുന്നു. അനേകർ മരിക്കുന്നു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ രോഗത്തിന് ചേർത്ത് നിൽക്കേണ്ടതിന് ദൈവമേ, ആ ദൈവം വചനത്തിൻ്റെ വാത തുറക്കണമേ. സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ആ വചനത്തിൻ്റെ വാത തുറക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. ഈ രോഗത്തിൻ്റെ പിമ്പിൽ വ്യാപരിക്കുന്ന ഏത് കാരണമായിരുന്നാലും, ഏത് വൈറസ് ആണെങ്കിലും അതിനെ മാറ്റുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. ഞാൻ പറഞ്ഞില്ലേ, ആയുധങ്ങളെ തോൽപ്പിക്കുന്ന വൈറസ്. ആയുധങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്ര വലിയ രാജ്യമാണെങ്കിലും, സമ്പന്നതയുള്ള രാജ്യമാണെങ്കിലും എന്താ സംഭവിക്കുന്നത്? കൺമുമ്പിൽ മരിച്ചു വീഴുകയല്ലേ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പക്ഷെങ്കിൽ മറുപടി ദൈവവചനത്തിലുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം വചനത്തിൻ്റെ വാത തുറന്നു കൊടുത്തുകൊണ്ട് ഒരു വലിയ മാറ്റം ഉണ്ടാകേണ്ടതിനായി നമുക്ക് ദൈവത്തോട് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കൂട്ടായ്മകൾ, നമ്മുടെ പ്രാർത്ഥനകൾ അപ്രകാരമായി മാറുവാനിടയാകട്ടെ. ഈ ഭൂമിയിലെ സന്തോഷങ്ങളോ സമാധാനങ്ങളോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. അതൊക്കെ വേണ്ടെന്നുമല്ല, ദൈവം തരും. നന്മയും കരുണയും ആയുഷ്കാലം വരെയും പിന്തുടരാനിടയാകും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന വിഷയം അതായിരിക്കട്ടെ. എനിക്ക് യേശുവിനെ വെളിപ്പെടുത്തി തരണമേ. യേശുവിനെ വെളിപ്പെട്ട് കിട്ടണമേ. പഠിപ്പില്ലാത്ത പത്രോസ് എഴുന്നേറ്റ് സംസാരിച്ചപ്പോഴേക്കും 3000 പേർക്ക് മാറ്റമുണ്ടാകാനിടയായി. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ള നിനക്ക് തരുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക. ചില രോഗികളെ സൗഖ്യമാക്കിയതിൻ്റെ പേരിൽ ലഭിച്ചത് ജയിലറകളാണ്. പക്ഷെ അവിടെയും കിടന്ന് സന്തോഷിക്കാൻ തയ്യാറായി. അവിടെയും ആൾക്കാർക്ക് മാറ്റമുണ്ടാകാനിടയായി. അവർ പറഞ്ഞത് ദൈവവചനമാണ്. ദൈവം അവരുടെ വായിൽ വചനത്തെ കൊടുക്കാനിടയായി. കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ തുറക്കാനിടയായി. പ്രാർത്ഥിച്ച സ്ഥലം കുലുങ്ങാനിടയായി. അതേ പ്രിയരെ, അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. അപ്രകാരമായിരിക്കട്ടെ. ദൈവവചനത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടേണ്ടതിനായി, ദൈവം വചനം വായിൽ തരേണ്ടതിനായി, യേശുവിനെ വെളിപ്പെട്ട് കിട്ടേണ്ടതിനായി, പൂർണ്ണ ധൈര്യത്തോടെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. യേശുവിനെ പറയണം. പറയുന്നുണ്ടെങ്കിൽ സ്നാനം നടക്കാനിടയാകണം. ജനത്തിന് മാറ്റമുണ്ടാകാനിടയാകണം. അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ വരുവാനിടയാകണം. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി നന്ദി പറയുന്ന കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മകൾ സോഷ്യൽ മീഡിയയിൽ കൂടെ രാവിലെ മുതൽ ദൈവമേ അനേക ഇടങ്ങളിൽ നിന്ന് അനേക ദൈവമക്കൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അതിലുപരി അനേകർ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് യേശുവിനെ വെളിപ്പെടുത്തി തരുമാറാകണമേ. കർത്താവേ, ഞങ്ങൾ പൂർണ്ണ സ്ഥിരതയോടെ പ്രാർത്ഥിക്കുന്നപ്പ, ഞങ്ങൾക്ക് മറ്റെന്തിനേക്കാൾ ആ യേശുവിനെ വെളിപ്പെട്ട് കിട്ടണമേ. കുറച്ചുകൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ശീമോന് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ, യോഹന്നാൻ പറയുന്നത് പോലെ, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനെന്ന് പറയുന്നത് പോലെ കർത്താവേ, ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമാറാകണമേ.
ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾക്ക് കർത്താവിനെ വെളിപ്പെടുത്തി തരണം. അത് ധൈര്യത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ സംസാരിക്കാൻ കൃപ തരണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു, ലോകരാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. വിവിധ സംസ്ഥാനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പാർക്കുന്ന ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ രോഗത്തിനെതിരായി ആ വചനത്തിൻ്റെ വാതിലിനെ തുറക്കുമാറാകണമേ. വചനം അയച്ച് സൗഖ്യമാക്കി എന്ന് പറഞ്ഞതുപോലെ വചനം വായിച്ച് സൗഖ്യമാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സമാധാനം ഉണ്ടാകണമേ കർത്താവെ. പണ്ടത്തെ കഴിഞ്ഞ നാളിലെ അതേ സന്തോഷത്തിലേക്ക് ഞങ്ങളുടെ രാജ്യത്തെ നയിക്കണമേ എന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. രാജ്യം ഭരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കേരളം ഭരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഈ രോഗത്തുള്ള ബന്ധത്തിൽ ദൈവമേ വിവിധ ശുശ്രൂഷയിലായിരിക്കുന്ന ഡോക്ടേഴ്സിനായി, നേഴ്സസ്മാർക്കായി, അപ്പം സപ്പോർട്ടീവ് സ്റ്റാഫിനായി, മറ്റ് വിവിധ സാമൂഹ്യ പ്രവർത്തകർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിൻ്റെ വചനം തുണയായി നിൽക്കണമേ. ദൈവത്തിൻ്റെ വചനം ആശ്വാസമായിട്ട് നിൽക്കണമേ. അവർക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കണമേ എന്ന് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നപ്പ. തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പിതാവേ, മരിക്കാൻ നടന്ന എന്നെ ദൈവമേ മരണത്തിൽ നിന്ന് വിടുവിച്ചല്ലോ കർത്താവേ. ആ ദൈവത്തിൻ്റെ വചനം തന്നെന്നെ മാറ്റിയല്ലോ. അങ്ങനെയെങ്കിൽ കർത്താവെ, ഈ പുസ്തകം സ്വീകരിക്കാനും കർത്താവ് ഇതിലെ വചനം വായിച്ച് ബലപ്പെടുവാനും കർത്താവ് എല്ലാവരും ഇടയാക്കുന്നതിനായി സ്തോത്രം. തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മയിൽ കൂടെ ഏതൊക്കെ സമയത്ത് എവിടെയൊക്കെ ഇരുന്ന് വചനം കേൾക്കുന്നോ അവിടെ ഹൃദയത്തെ ദൈവം തുറന്നു കൊടുക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, താഴ്ത്തുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ആ ദൈവശക്തിക്ക് കഴിയും. പൗലോസിൻ്റെ കർത്താവിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ വലുതാണ്. നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് വെളിപ്പെടുത്തി കൊടുക്കാൻ ഇടയായത്. പ്രിയരെ, നമുക്കും പ്രാർത്ഥിക്കാം. എനിക്ക് യേശുവിനെ വെളിപ്പെടുത്തി തരണം, നമ്മുടെ അകത്തിരിക്കുന്ന കർത്താവിനെ വെളിപ്പെടുത്തി തരണം. അങ്ങനെ പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പൂർണ്ണ സ്ഥിരതയോടെ പ്രാർത്ഥിക്കാം. കർത്താവിനെ വെളിപ്പെടുത്തി കൊടുക്കാൻ പ്രാർത്ഥിക്കാം. അത് പ്രാഗൽഭ്യത്തോടെ സംസാരിക്കാൻ പ്രാർത്ഥിക്കാം. ദൈവവചനം ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മ ശക്തിയോടെ അത് പറയാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ കൂട്ടായ്മ ലീഡ് ചെയ്യുന്ന കർത്താവ് ദാസൻ ആശിഷ് പാസിനെ, കുടുംബത്തെ, കൂടെയുള്ള സഹപ്രവർത്തകരെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്നെ കേട്ട എല്ലാവരെയും ദൈവം ബലപ്പെടുത്തൽ. തുറന്നും കേൾക്കുന്നവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വചനത്തിൻ്റെ വാതിൽ ദൈവം നിങ്ങൾക്ക് തുറന്നു വരും. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ആ വിഷയത്തിൻ്റെ മീതെ ദൈവം വചനത്തിൻ്റെ വാതിൽ തുറന്നു വന്ന് ഒരു സമാധാനം, സന്തോഷം തരുവാനിടയാകും. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ജീസസ്.